ആദ്യം വീലാൻ്റെ സിറ്റുവേഷൻ പറയാം. ബ്രിഡ്ജസ് ഡിവിഷൻ പാലക്കാട്, അവിടെ ഒരു നെറ്റ് ഗിയറിൻ്റെ 24 പോർട്ട് സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിന് 2 SFP പോർട്ടുകളുണ്ട്. അപ്പോൾ 25ഉം 26ആണ് SFP പോർട്ടുകൾ. ആ 26ാമത്തെ പോർട്ടിൽ KS1 ഡിസ്ട്രിബ്യൂഷൻ LIUന്ന് ഒരു ഫൈബർ SFP വഴി വന്ന് കയറണം. അപ്പോൾ ആ 26ൽ കയറണ ഫൈബറാണ് ട്രങ്ക്. ബാക്കി 24 പോർട്ടുകളുണ്ട്. ആ 24 പോർട്ടുകളിൽ 3ാമത്തെ പോർട്ട് ഫ്രീ ആണ്. അത് ഈ സ്വിച്ചിൻ്റെ കോൺഫിഗറേഷൻ പോർട്ടാണ്. ബാക്കി 1, 2, 4, 5, 6 അങ്ങനെ 21, 22 വരെയുള്ള പോർട്ടുകൾ ഈ ബ്രിഡ്ജസ് ഡിവിഷൻ്റെ ഓഫീസുകളിലെ കമ്പ്യൂട്ടറുകളുടെ ലാൻ കണക്ഷന് വേണ്ടി ഉപയോഗിക്കാനാണ്. ഇനി 23ഉം 24ഉം അതിനകത്ത് 24ാമത്തെ പോർട്ടിൽ നിന്ന് ഒരു കാച്ചിക്സ് കേബിള് തൊട്ടപ്പുറമുള്ള ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഓഫീസിൽ ചെല്ലും. കാച്ചിക്സ് കേബിള് എന്നിട്ട് അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അവിടെ വീണ്ടും ആ സ്വിച്ചിൽ നിന്ന് അവിടുത്തെ കമ്പ്യൂട്ടറുകൾക്ക് കാച്ചിക്സ് വഴി നെറ്റ് കണക്ട് ചെയ്തേക്കണം. അപ്പോൾ ഇതിനകത്ത് 2 വീലാനാണ് ഉള്ളത്, പുതിയ വീലാനുകൾ. അതിനകത്ത് ബ്രിഡ്ജസ് ഡിവിഷനിൽ ഉപയോഗിക്കുന്ന വീലാനിൻ്റെ നമ്പർ ചെയ്തേക്കുന്നത് 453 എന്നാണ്. ആ 453 വീലാനാണ് 1, 2, 4, 5, 6 മുതൽ 21, 22 വരെയുള്ള പോർട്ടുകളിൽ കൂടെ ബ്രിഡ്ജസ് ഡിവിഷനിൽ കമ്പ്യൂട്ടറുകൾക്ക് നെറ്റ് സപ്ലൈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ചെയ്യണത്. ബാക്കി 24ാമത്തെ പോർട്ട് ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാണ്. കാച്ചിക്സ് വഴി ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സ്വിച്ചിൽ പോയേക്കാണ്. ഇനി ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ വീലാൻ നമ്പർ 463 ആണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയിലെ ഡാറ്റകൾ ഒരിക്കലും 1 മുതൽ 22 വരെയുള്ള പോർട്ടുകളിലേക്ക് ഫുഡ് ആൻഡ് ബ്രിഡ്ജസ് ഡിവിഷനിലിരിക്കുന്ന സ്വിച്ചിലെ പോർട്ടുകളിലേക്ക് ചെല്ലില്ല. അപ്പോൾ ഡാറ്റ എന്താണ്, ബാൻഡ് വിഡ്ത്തിൻ്റെ എഫക്റ്റീവ് യൂസാണ്. അതേപോലെ 1 മുതൽ 22 വരെയുള്ള ബ്രിഡ്ജസ് ഡിവിഷനിലെ സ്വിച്ചുകൾ മൾട്ടികാസ്റ്റ് ചെയ്യുമ്പോഴോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴോ ആ ഡാറ്റ ഒരിക്കലും 23 ആൻഡ് 24 പോർട്ടിൽ കൂടെ ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സ്വിച്ചിലെത്തില്ല. അപ്പോൾ ബാൻഡ് വിഡ്ത്താണ്. ഇനി ഈ 1 മുതൽ 22 വരെയുള്ള പോർട്ടുകളും പിന്നെ ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഡാറ്റയും അത് 24 പോർട്ടിൽ വന്നിട്ട് ആ ഡാറ്റകൾ ഈ 26 എന്നുള്ള ട്രങ്ക് വഴി ഫൈബറിൽ കൂടെ KS1 വഴി ISPയിലെത്തും. ഇനി ഇതിൻ്റെ വീലാൻ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളൂ. 1 വീലാൻ്റെ നമ്പർ, 2 ഓരോ വീലാനിലും U പോർട്ടും T പോർട്ടും അസൈൻ ചെയ്യണം. അൺടാഗ്ഡ് പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 1 മുതൽ 22 വരെയുള്ള പോർട്ടുകൾ, 3 ഒഴികെയുള്ള 22 വരെയുള്ള പോർട്ടുകൾ വീലാൻ 453ലെ അൺടാഗ്ഡ് പോർട്ടുകളാണ്. അതായത് കമ്പ്യൂട്ടറുകൾ, ഫീൽഡ് എൻഡിലെ കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്യുന്ന പോർട്ടുകളാണ് അൺടാഗ്ഡ് പോർട്ട് എന്ന് പറയുന്നത്. അതേപോലെ ഈ പോർട്ട് 23, 24ഉം വീലാൻ 463ൻ്റെ അൺടാഗ്ഡ് പോർട്ടുകളാണ്. T എന്ന് വെച്ചാൽ ട്രങ്ക് പോർട്ട്, ബാൻഡ് വിഡ്ത്ത് ക്യാരിയിങ് പോർട്ട്, അത് പോർട്ട് 25ഉം 26ഉം അത് ടിക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ 3ാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് PVID. ഈ ഓരോ പോർട്ടും ഏത് വീലാനിലാണ് ഉൾപ്പെടുന്നതെന്ന് നമ്മൾ ആ സ്വിച്ചിൻ്റെ കോൺഫിഗറേഷൻ സെറ്റിങ്സിൽ സേവ് ചെയ്ത് വെക്കണം. അതായത് പോർട്ട് 1ൻ്റെ PVID എന്ന് വെച്ചാൽ 453 ആണ്. പോർട്ട് 2ൻ്റെ PVID 453 ആണ്. പോർട്ട് 3 കോൺഫിഗറേഷൻ പോർട്ടിൻ്റെ PVID എന്ന് വെച്ചാൽ ഡിഫോൾട്ട് വീലാൻ 1 ആണ്. പോർട്ട് 23യുടെ PVID 463 ആണ്. ഇനി ട്രങ്ക് പോർട്ടുകൾക്ക് PVID ഏത് വേണമെങ്കിലും കൊടുക്കുക. 453 463 അല്ലെങ്കിൽ 1 കൊടുക്കാറ് ട്രങ്ക് പോർട്ടാണ്. എന്നിട്ട് കോൺഫിഗറേഷനിൽ അലൗ എന്നുള്ളത് അലൗ ട്രാഫിക് yes ആക്കി കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ബേസിക്. ബാക്കി ഇനി കോൺഫിഗർ ചെയ്താൽ. ഇനി 3ാമത്തെ പോർട്ട് ഒരു വീലാനിലും ഉപയോഗിക്കണ്ട. അതൊരു കേബിൾ വഴി, ഒരു 3 മീറ്റർ കേബിൾ വഴി സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് ഈ സ്വിച്ച് കോൺഫിഗർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇനി വീലാന സ്വിച്ച് ബേസ് പറയുമ്പോൾ
എല്ലാ സ്വിച്ചിലും എല്ലാ ലെയർ 2 ആൻഡ് ലെയർ 3 സ്വിച്ചിലും നമ്മൾ കോൺഫിഗർ ചെയ്യാൻ നോക്കുമ്പോൾ അതിനകത്തൊരു ഡിഫോൾട്ട് VLAN 1 എന്ന് പറഞ്ഞ് കിടക്കണതാണ്. ആ സമയത്ത് എല്ലാ പോർട്ടുകളും, എല്ലാ Cat 6 പോർട്ടുകളും, ജിഗാബിറ്റ് പോർട്ടുകളും, പിന്നെ ഈ ട്രങ്ക് ചില സ്വിച്ചിൽ 2 SFP ഉണ്ടാവും, ചിലതിനകത്ത് 4 SFP ഉണ്ടാവും. അതെല്ലാം ഡിഫോൾട്ടായിട്ട് ഈ VLAN 1 മെമ്പറായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്വിച്ചിൽ ലോഗിൻ ചെയ്ത് ഈ ഡിഫോൾട്ട് VLANൽ നിന്ന് ആ പോർട്ടുകളെല്ലാം ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഈ കേസിൽ വരുമ്പോൾ പോർട്ട് 3 മാത്രം ഡിഫോൾട്ട് VLANൽ മതി. ബാക്കി എല്ലാ പോർട്ടുകളും ഡിഫോൾട്ട് VLANൽ നിന്ന് റിമൂവ് ചെയ്യണം. എന്നിട്ട് 1, 2, 4 മുതൽ 22 വരെയുള്ള പോർട്ടുകൾ ഒരു 453 എന്നുള്ള VLAN ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ 24ാമത്തെ പോർട്ട് 463 എന്നുള്ള VLAN ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഒരു 23 കൂടി നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ സപ്പോസ് 24th പോർട്ട് കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ ഡയറക്റ്റ് ഇതിനകത്ത് Cat 6 കേബിൾ ഊരി ഈ 23ൽ കൊടുത്താൽ മതി. അപ്പോൾ വേറെ കോൺഫിഗറേഷനൊന്നും ഇല്ലാണ്ട് നമുക്ക് ഡാറ്റ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സ്വിച്ചിലേക്ക്. അതേപോലെ ഈ ട്രങ്ക് ഈ ഫിഗർ പ്രകാരം 26th പോർട്ട് 26th SFP പോർട്ടാണ് ട്രങ്കായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സ്വിച്ച് കോൺഫിഗർ ചെയ്യുമ്പോൾ ബാക്കി എത്ര SFP പോർട്ടുകളുണ്ട് അതെല്ലാം ട്രങ്കായിട്ട് കോൺഫിഗറേഷൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഈ 26ാമത്തെ SFP പോർട്ട് കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ ഈ SFP മൊഡ്യൂൾ ഇതിൽ നിന്ന് ഊരി 25 ഇട്ട് കൊടുത്താൽ ട്രങ്ക് ആക്ടിവേറ്റായി വേറെ സെപ്പറേറ്റ് കോൺഫിഗറേഷനൊന്നും ആവശ്യമില്ല, സ്വിച്ച് വർക്ക് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇനി സ്വിച്ച് കോൺഫിഗറേഷനിലേക്ക് കിടക്കണം. സ്വിച്ച് കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് സിസ്റ്റത്തിൽ പ്രോക്സി ഒന്നും പാടില്ല. പിന്നെ സ്വിച്ചിൻ്റെ ഒരു ഡിഫോൾട്ട് അഡ്രസ്സ് ഉണ്ടാവും. ഈ നെറ്റ്ഗിയർ GS724യുടെ ഡിഫോൾട്ട് അഡ്രസ്സ് എന്ന് വെച്ചാൽ 192.168.0.239 ആണ്. അപ്പോൾ നെറ്റ്വർക്ക് എന്നുള്ളത് 0 സീരീസാണ്. ആ 0 സീരീസിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ആ IPയും ആ 0 സീരീസിലേക്ക് കൊണ്ടുവരണം. സ്വിച്ച് കോൺഫിഗർ ചെയ്യാനായിട്ട് സ്വിച്ചിൻ്റെ 3ാമത്തെ പോർട്ടിൽ ഒരു Cat 6 കേബിളിൻ്റെ ഒരു എൻഡ് കണക്ട് ചെയ്ത് മറ്റേ എൻഡ് എൻ്റെ സിസ്റ്റത്തിലും കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓണാക്കണം. സ്വിച്ച് കോൺഫിഗർ ചെയ്യുന്നതിനേക്കാളും മുന്നേ സിസ്റ്റത്തിൽ പ്രോക്സി വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പ്രോക്സിയിൽ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ഓണാണ്, പ്രോക്സി ഓഫാണ്. അപ്പോൾ അത് രണ്ടാമതായി സ്വിച്ചിൻ്റെ ഡിഫോൾട്ട് അഡ്രസ്സ് 192.168.0.239 ആണ്. അപ്പോൾ ഈ കോൺഫിഗർ ചെയ്യുന്ന സിസ്റ്റം കൂടിയും ആ സീരീസിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി സിസ്റ്റത്തിൻ്റെ IP അഡ്രസ്സ് മാറ്റുകയാണ്. പ്രോപ്പർട്ടീസ് TCP IP വെർഷൻ 4 0 സീരീസിലേക്ക് 192.168.0. ഇവിടെ 101 എന്ന് കൊടുക്കുകയാണ്. ഗേറ്റ് വേയിട്ട് ഇപ്പോൾ സ്വിച്ച് മാത്രം കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സ്വിച്ചിൻ്റെ ഡിഫോൾട്ട് അഡ്രസ്സ് കൊടുക്കുകയാണ് 168.0.239. സബ്നെറ്റ് മാസ്ക് വരും. ഓക്കെ കൊടുക്കുക. ഓക്കെ. ഇതിന് ശേഷം ഒരു ബ്രൗസർ എടുത്ത് സ്വിച്ചിൻ്റെ ഡിഫോൾട്ട് വെബ് ആക്സസ് അഡ്രസ്സ് 192.168.0.239 അടിക്കുക. അപ്പോൾ സ്വിച്ചിൻ്റെ ഇൻ്റർഫേസ് വന്ന് പാസ്വേഡ് admin@123 ലോഗിൻ. സിസ്റ്റത്തിൻ്റെ ഇൻ്റർഫേസ്, സിസ്റ്റത്തിൻ്റെ പേര് GS724T. മാക് അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. മാക് അഡ്രസ്സ് ഇതാണ് സ്വിച്ചിൻ്റെ മാക് അഡ്രസ്സ്. ഇനി VLAN ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വിച്ചിങ്ങിൽ കിടക്കണം. സ്വിച്ചിങ്ങിൽ VLAN, ഈ രണ്ടാമത്തെ VLAN, അതിനകത്ത് ഇപ്പോൾ ഒരു ഡിഫോൾട്ട് VLAN ഉണ്ട്. അതിന് പുറമെ നമുക്ക് ഡിഫോൾട്ട് VLAN 1, പിന്നെ ആഡ് ചെയ്യേണ്ട VLAN 453 അടിച്ച് VLANൻ്റെ നെയിം ബ്രിഡ്ജസ് ആഡ് കൊടുക്കുക. അടുത്ത VLAN 463 463
ഫുഡ് ആൻഡ് സേഫ്റ്റി 463 ഫുഡ് ആൻഡ് സേഫ്റ്റി എന്ന് പേരെടുത്ത് ആഡ് കൊടുക്കുക. അപ്പോൾ 2 വീലാൻ ആഡായി, 453 എന്നുള്ള വീലാനും 463 എന്നുള്ള വീലാനും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ 453ലും 463ലും മെമ്പേഴ്സിനെ ആഡ് ചെയ്യണം. അതിനകത്ത് വീലാൻ കോൺഫിഗറേഷൻ 453 അഡ്വാൻസ്ഡ് വീലാൻ മെമ്പർഷിപ്പ്. ആദ്യം വന്നത് ഡിഫോൾട്ട് വീലാൻ 1. അപ്പോൾ ഇതിനകത്ത് 3rd പോർട്ട് മാത്രം ഇതിൻ്റെ ആക്സസ് പോർട്ടാണ്, അതായത് യു പോർട്ട്. കോൺഫിഗറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ട് അത് ഡിഫോൾട്ട് വീലാനിലാണ്. 25ഉം 26ഉം ട്രങ്കാക്കി കൊടുത്തു. സേവ് കൊടുക്കണം, അപ്ലൈ. ഇനി നെക്സ്റ്റ് വീലാൻ ഐ ഡി 453. അതിനകത്ത് 3 ഒഴികെയുള്ള 3 വീലാൻ 1ൻ്റെ മെമ്പറാണ്. 23ഉം 24ഉം വീലാൻ 463യുടെ മെമ്പറാണ്. 25ഉം 26ഉം അതിൻ്റെ ട്രങ്ക് പോർട്ടുകളാണ്, ട്രങ്കാക്കി മാറ്റണം. 25ഉം 26ഉം ട്രങ്ക്, ബാക്കിയെല്ലാം യു പോർട്ട് അല്ലെങ്കിൽ അൺടാഗ്ഡ് പോർട്ട് അല്ലെങ്കിൽ ആക്സസ് പോർട്ട്. അപ്ലൈ. നെക്സ്റ്റ് മെമ്പർ 463 ഇടുക. 23ഉം 24ഉം ഇതിൻ്റെ അൺടാഗ്ഡ് പോർട്ട്, ആക്സസ് പോർട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പോർട്ട്. 25, 26 ഇതിൻ്റെ ട്രങ്ക് പോർട്ടുകൾ. അപ്ലൈ. ഇനി വീലാൻ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുക. ഡിഫോൾട്ട് വീലാനിൽ പോർട്ട് 3 മാത്രമേ ഉള്ളൂ ആക്സസ് പോർട്ടായിട്ട്. 25ഉം 26ഉം ട്രങ്ക് പോർട്ടാണ്. 453ൽ പോർട്ട് 1, പോർട്ട് 2, പിന്നെ പോർട്ട് 4 മുതൽ പോർട്ട് 22 വരെ ആക്സസ് പോർട്ടുകൾ. 25ഉം 26ഉം ട്രങ്ക് പോർട്ടുകൾ. 463ൽ 23, 24, 25, 26. ഇനി പോർട്ട് VAD കോൺഫിഗറേഷനാണ് നെക്സ്റ്റ്. അതെടുക്കുമ്പോൾ ഇപ്പോൾ എല്ലാ 1 മുതൽ 24 വരെ PVAD 1 ആണ് കിടക്കുന്നത്. നമുക്കത് എഡിറ്റ് ചെയ്യണം. 1 വരേണ്ടത് ഈ 3ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഓരോന്നോരോന്ന് ചെയ്യണം, അല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക. 3 ഒഴിവാക്കുക, 23ഉം 24ഉം ഒഴിവാക്കുക. ബാക്കി എല്ലാത്തിൻ്റെയും പോർട്ട് VAD 453. അപ്ലൈ. 3rd പോർട്ടിൻ്റെ PVAD ഡിഫോൾട്ട് വീലാൻ നമ്പർ 1 ആണ്. ഇനി 23ക്കും 24നും PVAD 463 ആണ്. 463 എന്ന വീലാനിലെ മെമ്പേഴ്സാണ് 23ഉം 24ഉം. അപ്ലൈ. കഴിഞ്ഞു. ഇനി ഒന്ന് ചെക്ക് ചെയ്തേക്ക്. 25ഉം 26ഉം ട്രങ്കാണ്. അതാണ് ഈ 1, 453, 463 ഇതിനെല്ലാം കൂടിയും ഉള്ള ട്രങ്കാണ് 25ഉം 26ഉം. ഓക്കെ.